മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി പോയതിന് ശേഷം ഈ പ്രതാപൻ്റെ അമ്മയും കൂടി തീരുമാനിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും മോഹിനി ഇടയ്ക്കിടയ്ക്ക് പലഹാരമായിട്ട് ആ ലക്ഷ്മീനെ കാണാൻ പോകും. അങ്ങനെ പോണ സമയത്ത് നമുക്ക് ആ പലഹാരത്തിൽ മാരകമായിട്ടുള്ള എന്തെങ്കിലും വിഷം ചേർക്കാം, അവളുടെ കുഞ്ഞ് മരിച്ചു പോകാനുള്ള. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അത് പിന്നീട് നമുക്ക് പ്രശ്നമാവും അമ്മയെന്ന് വയ്ക്കുമ്പം, എന്ത് പ്രശ്നമാവാനാ, നമ്മളല്ലല്ലോ പലഹാരം കൊടുക്കുന്നത്, എന്തായാലും ഞാൻ ആ വൈദ്യരെ പോയി കണ്ട് ആ പൊടിയൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് വരാം, എന്നിട്ട് അത് എല്ലാ പലഹാരത്തിലും നമുക്ക് നല്ലോണം ചേർത്ത് കൊടുക്കാം. അവളാണെങ്കിൽ അമ്മ കൊണ്ടുപോയി കൊടുക്കുന്ന പലഹാരമല്ലോ എന്നോർത്ത് സന്തോഷത്തോടു കൂടി അതെല്ലാം കഴിക്കും. ആ സമയത്ത് അവളുടെ കുഞ്ഞും മരിച്ചോളും. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി അത് കേസോ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അമ്മേ? അപ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കേസായാലും കണ്ണനിപ്പോൾ നമ്മുടെ കൂടെയല്ലേ, അതുകൊണ്ട് കേസ് അവൻ തന്നെ വാദിച്ചോളും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെയാകുമ്പോൾ അനന്തവും വക്കീലല്ലേ, അനന്തും അവൾക്ക് വേണ്ടി കേസ് വാദിക്കില്ലേ എന്ന് ചോദിക്കുമ്പം, ആ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് വാദിക്കട്ടേടാ, ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നമായി നീ ജയിലിൽ പോകേണ്ട വന്നാലും കുഴപ്പമില്ല, അവളെയും അവളുടെ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കിയിട്ട് ജയിലിൽ പോയാലും അത് സന്തോഷമാണ്. അത് കേട്ടതും പ്രതാപൻ പറയുന്നുണ്ട്, അത് ശരിയാ, ഇപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊരു സന്തോഷം കണ്ടു തുടങ്ങിയത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും എൻ്റെ കുഞ്ഞ് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ കമലേശ്വരത്ത് ചെന്നപ്പം കണ്ടില്ലേ, കാരണം മോൾക്ക് എന്തോ ഒരു സന്തോഷം. ആ സന്തോഷം എൻ്റെ മോളുടെ ജീവിതകാലം മുഴുക്ക വേണം. അതിന് തടസ്സമായി നിൽക്കുന്നത് മഹാലക്ഷ്മിയും ഇപ്പം മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞുമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെയും നമുക്ക് ഇല്ലാതാക്കണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ആ സമയത്ത് വേഗം തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മഹി വീട്ടിൽ പോയിട്ട് എന്തായി, അമ്മയെ കണ്ടോ, അയാളും അവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചെല്ലുമ്പം അച്ഛനും മുത്തശ്ശനും അവിടെ ഉണ്ടായിരുന്നില്ല ലേഖയെ, പക്ഷേ ഞാൻ പോരാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും അവർ രണ്ടുപേരും വന്നു. എന്നിട്ട് അവർ മഹിയോട് വഴക്കിന് വന്നു എന്ന് ചോദിക്കുമ്പം, പിന്നെ അവരുടെ സ്വഭാവം അനുസരിച്ച് വഴക്കുണ്ടാക്കാതിരിക്കുമോ, ഇനി ഒരിക്കൽ പോലും വീട്ടിലോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ചെന്നാൽ അമ്മയെ തല്ലൂന്നും പറഞ്ഞു. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരൊന്ന് തല്ലി നോക്കട്ടെ, അപ്പോൾ അവർ വിവരം അറിയും, ഇനി അവരെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കണില്ല, അനന്തവേട്ടനോട് പറഞ്ഞ് അവർ രണ്ടെണ്ണത്തിനെ ഞാൻ ജയിലിൽ കയറ്റിക്കുന്നു. ഈ സമയത്ത് മഹി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട ലേഖ, എന്തായാലും കുറച്ച് നാളും കൂടി നമ്മളിത് സഹിച്ചാൽ മതിയല്ലോ, അത് കഴിഞ്ഞാൽ സത്യങ്ങൾ എല്ലാവർക്കും ബോധ്യമാവും, പിന്നീട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന്. ഈ സമയത്ത് മഹാലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന കവർ കണ്ടിട്ട് ലേഖ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മഹി കവറിലെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പറയാൻ മറന്നു, അമ്മ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞ് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെ റെഡിയാക്കിയായിരുന്നു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്കും കൂടി തന്നു വിട്ടതാണ്, എന്തായാലും എൻ്റെ അമ്മയുടെ ഭക്ഷണമൊന്നും നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ, ഇതൊന്ന് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്, ലേഖയ്ക്കും അനന്തോട്ടനും എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ലേഖയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് ലേഖയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് തോമസ് ഡോക്ടറുടെ ആസ്പത്രി വരെ പോകണം, ഇപ്പോൾ എന്താ അവിടെ പോകേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ വിളിച്ചിരുന്നു, കണ്ണേട്ടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ഇപ്പം മേഘനാണെങ്കിൽ ചികിത്സയ്ക്കായിട്ട് തോമസ് ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ടുണ്ട്, അതുകൊണ്ട് മേഘന എന്നോട് ചെന്ന് നേരിട്ടൊന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്ന് പറയുമ്പം ലേഖ അനന്തുവിനോട് പറയുന്നുണ്ട്, കേട്ടില്ല അനന്തുവേട്ട, ആ മേഘം തളർന്ന് എടുക്കുവാണെങ്കിലും ആ മേഘൻ്റെ മുന്നിലേക്ക് മഹി പോയാൽ അത് ശരിയാവുമെന്ന് ചോദിക്കുമ്പം, അതൊന്നും കുഴപ്പമില്ല ലേഖ, എന്തായാലും കണ്ണൻ പറഞ്ഞിട്ടല്ലേ മഹി പോണത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ഇപ്പോഴാണെങ്കിൽ അവനാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുമല്ലേ, അതുകൊണ്ട് മഹിയെ ഉപദ്രവിക്കുമെന്നൊന്നും വിചാരിക്കേണ്ടാന്ന്. പിന്നീട് ആ സമയത്ത് തന്നെ നമ്മളുടെ കണ്ണൻ വിളിക്കുന്നുണ്ട്. വേഗം തന്നെ മഹാലക്ഷ്മി കണ്ണേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തതും, മഹി താൻ എവിടെയാണ്, താൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം, ഇല്ല കണ്ണേട്ട, ഞാനിവിടെ അനന്തവേട്ടൻ്റെ വീട്ടിലാണ്, ലേഹയും കൂടെ വരാമെന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, താൻ ഒറ്റയ്ക്ക് വന്നാൽ മതി, പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, കൂടാതെ തോമസ് ഡോക്ടറും ജയപാലൻ ചേട്ടനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് താൻ ഒറ്റയ്ക്ക് വന്നാൽ മതി, താൻ വന്ന് മേഘനെ കണ്ടിട്ട് അപ്പം തന്നെ പോയിക്കോന്ന്. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അനന്തുവിനോടും ലേഖയോടും യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി വന്ന പാടെ തോമസ് ഡോക്ടറെ കാണാൻ ചെല്ലുന്നുണ്ട്. തോമസ് ഡോക്ടറെ കണ്ടതും, എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ എന്ന് ചോദിക്കുമ്പം, വിശേഷമൊക്കെ ഇപ്പോൾ അവിടെയല്ലേ, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നാടകാഭിനയമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ, എന്തായാലും നിങ്ങൾ തകർത്ത് അഭിനയിക്കുമ്പം ഞാനായിട്ട് അഭിനയം കുറയ്ക്കണ്ടെന്ന് കരുതി ഇന്നലെ മേഘനാഥനോടും ഞാൻ കുറച്ച് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും കണ്ണേട്ടനെ അവരുടെ വശത്താക്കി എടുക്കാനുള്ള പരിശ്രമത്തിലാണ്, അവർക്കറിയില്ലല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനാണ്, എന്തായാലും കണ്ണേട്ടനെ ഞാനും പിരിയാൻ പോകാമെന്നുള്ള സന്തോഷത്തിൽ എൻ്റെ അനുജത്തി തിരിച്ച് കമലേശ്വരത്തേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്നാലും മഹാലക്ഷ്മിയുടെ അനുജത്തിക്ക് എന്താ ഇങ്ങനത്തെ സ്വഭാവമായിപ്പോയത്, മഹാലക്ഷ്മിയുടെ സ്വഭാവം മഹാലക്ഷ്മിയുടെ അമ്മയുടെ സ്വഭാവം നല്ലതാലോ, പിന്നെ അനുജത്തി മാത്രം എന്താ ഇങ്ങനെ അസുരഗണത്തിൽ പെട്ടുപോയെന്ന് ചോദിക്കുമ്പം
ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവൾക്ക് അവളുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്വഭാവം. അതുമാത്രമല്ല ചെറുപ്പം മുതലേ അവളുടെ അച്ഛനും മുത്തശ്ശിയും അവളെ അങ്ങനെയാണ് വളർത്തിയത്. എല്ലാവരെയും ഉപദ്രവിക്കാനേ അവളെ പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു നന്മയും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൾ ഇങ്ങനെയായി പോയത്. എന്തായാലും കണ്ണേട്ടനിപ്പോൾ വരുമെന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട് മോള് മുറി കയറിയിരിക്കുക, കണ്ണൻ വരട്ടെ, കണ്ണൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം തന്നെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ വന്നതും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എന്തായാലും താൻ പോയി ആ മേഘനെ ഒന്ന് കണ്ടേരെ, തന്നെ കൊല്ലാൻ വേണ്ടി കഷ്ടപ്പെട്ട മേഘം കെണി ഒരുക്കിയതല്ലേ, എന്തായാലും മാർക്കോയുടെ ഇന്ന് കണക്കിന് കെട്ടി. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് ഇനി എന്തായാലും നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടരുത്, അവരോട് പൊറുക്കാനും നിൽക്കരുത്, കിട്ടുന്നതിന് തിരിച്ചടി അപ്പം തന്നെ കൊടുത്തോളണം, ഇല്ലെങ്കിൽ ഇവർ വീണ്ടും വീണ്ടും നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനി അങ്ങനെയൊക്കെ ഞങ്ങൾ ചിന്തിക്കണുള്ളൂ സാറേ, എന്തായാലും ഈ മേഘൻ മഹിക്ക് കെണി വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ വിവരം മാർക്കോയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാർക്കോ അവിടെ എത്തിയതും ആ മേഘൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ചതും ഇനി കുറച്ച് നാളത്തേക്ക് അവനെയും കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് മേഘൻ ഇപ്പോൾ ആസ്പത്രിയിലാണെങ്കിലും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനുണ്ടല്ലോ അയാളും അയാളുടെ അമ്മയും ഭയങ്കര കുടില മനസ്സുള്ളവരാണ്, അതുകൊണ്ട് അവരെ നന്നായിട്ട് സൂക്ഷിക്കണം. പിന്നെ മഹാലക്ഷ്മിയുടെ അമ്മ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടു തരുന്ന ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കാൻ നിൽക്കണ്ട. കാരണം അമ്മ നല്ലോണമായിരിക്കും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നത്, പക്ഷേ അവിടെ ശത്രുക്കളുള്ളതുകൊണ്ട് ആ ഭക്ഷണത്തിൽ അവരെന്തൊക്കെ വിഷം ചേർക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് മഹാലക്ഷ്മിനെയും കുഞ്ഞിനെയും ദോഷമായി ബാധിക്കും, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് സാറ് പറഞ്ഞത് നേരാ, അന്ന് അമ്മ പായസം എനിക്ക് വേണ്ടി വെച്ചിട്ട് അതിൽ വിഷം ചേർത്തവരാണ് അവർ, അപ്പോൾ പിന്നെ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ പോയി ആ മേഘനെ ഒന്ന് കണ്ടിട്ട് വരട്ടേന്ന്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ശരി എന്നാൽ മഹി പോയി ആ മേഘനെ കണ്ടിട്ട് വന്നും പറഞ്ഞ് മഹാലക്ഷ്മി മേഘനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ലേഖയാണെങ്കിൽ അനന്തുവിനോട് പറയുന്നുണ്ട് എന്നാലും മേഘൻ്റെ അടുത്തേക്ക് മഹിയെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കണ്ടായിരുന്നു അനന്തു കേട്ടോ, കാര്യം അവൻ തളർന്ന് കിടക്കുകയാണെങ്കിലും മഹി പോയതിൽ എനിക്ക് വല്ലാത്ത പേടിയുണ്ടെന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് അതിനങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇപ്പം അവനക്ക് മഹിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഒരു കാലും കൈ ഒടിഞ്ഞേക്കല്ലേ, എന്തായാലും 2-3 മാസം പിടിക്കും അവൻ അതിൽ നിന്ന് റെഡിയായി വരാൻ, അത്രയും നാൾ മഹാലക്ഷ്മിയെ ഉപദ്രവിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. എന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മേഘന ആസ്പത്രിയിലാണെങ്കിലും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനുണ്ടല്ലോ അയാൾ അടങ്ങിയിരിക്കുമോ, അയാൾ എങ്ങനെയും ആ കുഞ്ഞിനെയും മഹിയും കൊല്ലാനേ നോക്കുകയുള്ളൂ. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളുടെ ആയിരിക്കും കൈയും കാലും ഒടിയാൻ പോണത്, അടങ്ങി ഒതുങ്ങി അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ അയാൾക്ക് കൊള്ളാം, അല്ലാതെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതം തകർക്കാനാണ് അയാൾ നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും മാർക്കോയുടെ കയ്യിൽ നിന്ന് അയാൾക്ക് നല്ലോണം കിട്ടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാണെങ്കിൽ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് ആരോ കയറി വരുന്നത് കണ്ട് നോക്കിയതും കാണുന്നത് മഹാലക്ഷ്മി റൂമിലേക്ക് കയറി വരുന്നതാണ്. ആ സമയത്ത് മേഘം വിചാരിക്കുന്നുണ്ട് ഇവളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നെ. ആ സമയത്ത് മഹാലക്ഷ്മി ഇവൻ്റെ ആ ഇരിപ്പ് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, എന്നെ കൊല്ലാനായിട്ട് കെണി ഒരുക്കിയ ആൾ തന്നെയാലോ ഇപ്പോൾ ആസ്പത്രിയിൽ വന്ന് കിടക്കണേ, എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് വിശ്രമിക്കാമല്ലോ എന്ന് പറയണം. ആ സമയത്ത് ഈ മേഘം പറയുന്നുണ്ട് നീ എന്നാലും ഇത്രയും ദുഷ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലടി, ആ കണ്ണൻ നിന്നെ അവൻ്റെ ഹൃദയം തന്നല്ലേ സ്നേഹിച്ചത്, എന്നിട്ടും നീ അവനെ ചതിച്ച് എന്തിനാടി, നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകണില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് താൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, താൻ നല്ലവനായതുകൊണ്ടാണല്ലോ മഞ്ജു സാഗറിൻ്റെ ഒപ്പം പോയത്, എന്തായാലും തന്നേക്കാളും ഭേദം ഞാനെന്ന് പറയുന്നു. ആ സമയത്ത് മേഘം പറയുന്നുണ്ട് നീ അവൻ്റെ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടിയിട്ടല്ലേടി അവനോട് സ്നേഹത്തിൽ നിന്നേന്ന് ചോദിക്കുമ്പം അതിന് വേണ്ടി തന്നെ ഇപ്പം തനിക്കെന്താ വേണ്ടത്, എന്തായാലും കണ്ണേട്ടൻ്റെ സ്വത്തുക്കളിൽ പകുതി കൂടുതലും ഇപ്പം എൻ്റെ പേരിലാണ് ഉള്ളത്, അതുകൊണ്ട് ഇനിയിപ്പോൾ കണ്ണേട്ടനും നീയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ കണ്ണേട്ടനെ അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, എന്തായാലും ഞങ്ങൾ ബന്ധം വേർപ്പെടുത്തിയാലും സ്വത്തുക്കളൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. അത് കേട്ടതും മേഘനാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ജീവനോടെ ഇരുന്നാലല്ലേടി കണ്ണൻ്റെ സ്വത്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടാവുള്ളൂ, നീ പരലോകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കൾ അനുഭവിക്കാൻ നിനക്ക് എവിടെയാടി നേരം കിട്ടണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ വഴിയിൽ തടസ്സമായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, അതെൻ്റെ വാക്കാ, നിന്നെ മാർക്കോ തീർത്ത് കളയുമെന്ന്. അങ്ങനെ മഹാലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മഹാലക്ഷ്മി പോയി കഴിഞ്ഞതും തോമസ് ഡോക്ടർ മേഘനാഥനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ആ മഹാലക്ഷ്മീനെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കണ്ടില്ലല്ലോ, അവളിവിടെ വന്നിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, അപ്പോൾ തന്നെ മേഘൻ എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പം മേഘൻ പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ വിളിക്കണേ, അവൾ വന്നിട്ട് എന്നോട് കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് ഇവിടുന്ന് പോയില്ലേ,
ഞാൻ കണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ലായിരുന്നു. ഇത്രയും വലിയ ചതി ചെയ്തവളെ വിശ്വസിക്കാൻ പറ്റില്ല. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, എന്നാലും കണ്ണൻ ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിച്ചത്. അവൾ ഇതുപോലെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും അവൻ വിചാരിച്ചില്ല. എന്തായാലും വീൽ ചെയറിലിരിക്കണ അവനെ അവൾ വിവാഹം കഴിച്ചത് തന്നെ അവൻ്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം. എന്നിട്ട് ഈ മേഘനാണെങ്കിൽ തോമസ് ഡോക്ടറുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് തോമസ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഇനി കണ്ണന് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലായിരിക്കൂലേ, ഇനി അവൻ എഴുന്നേറ്റ് നടക്കൂലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അതിന് 10% പോലും ചാൻസ് ഇല്ല. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ഇനി കണ്ണന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് തന്നെ സംശയമാണ്. അത് കേട്ടതും മേഘനാഥനാണെങ്കിൽ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.